കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നിന്നും വലിയ രീതിയിലുള്ള വ്യത്യാസത്തിലുള്ള നിലപാടുകളല്ല സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും എല്ലാം തന്നെ ഇന്ത്യൻ ബൂർഷാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാഭൂരിപക്ഷം വരുന്ന കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല അവർ നിലനിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രസക്തി വർദ്ധിപ്പിക്കേണ്ടത്, ശക്തി വർദ്ധിപ്പിക്കേണ്ടത്, നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടത്. ഞാനെൻ്റെ മറ്റ് വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ സ്വാധീനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയണം എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ചകളായിരിക്കും നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചർച്ചയിൽ നമ്മുടെ കേരളത്തിൻ്റെ സംഭാവന എന്താണ്? അറിയാം, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഇപ്പോഴും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ പ്രത്യേകതകളും നമുക്കെല്ലാം അറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ സ്വാധീനമാണ്. ആ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനതയുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്കാർക്കും തർക്കമില്ല. ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുമൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് മാതൃകയായി പ്രവർത്തിക്കുന്നു എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. തുടർച്ചയായി 2 പ്രാവശ്യം അധികാരത്തിൽ വരിക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമായി. ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ പല ഘട്ടങ്ങളിലായി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ വന്ന ഗവൺമെൻറ്റുകളെല്ലാം ഒരുപക്ഷെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയാതെ പോയതാണ്. എന്നാൽ അതിനും വ്യത്യസ്തമായിക്കൊണ്ടാണ് 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നത്. അങ്ങനെ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 8.5 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നത്. ആ 8.5 വർഷക്കാലം പിന്നിട്ട ആ ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിച്ചാൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട്, നമ്മളിവിടെ ചരിത്ര സമ്മേളനമാകണം കുന്നംകുളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് തകർക്കണം, ഇടതുപക്ഷ മുന്നണിയെ തകർക്കണം, അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ തകർക്കണം എന്നുള്ള തീരുമാനം എല്ലാ പിന്തിരിപ്പൻ ശക്തികൾ കൂടി എടുത്തിരിക്കുന്നു. അത് നാം നല്ലപോലെ മനസ്സിലാക്കി പോകണം. അതിൻ്റെ ടെസ്റ്റ് ഹൗസായിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന ബൈ ഇലക്ഷനുകൾ. വയനാടും പാലക്കാടും ചേലക്കരയിലും ഇലക്ഷൻ നടന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞു ചേലക്കരയാണ് രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, മറ്റെല്ലാം UDF ജയിച്ച മണ്ഡലങ്ങളാണ്. പാലക്കാട് UDF ജയിച്ചതാണ്, അതുപോലെ തന്നെ വയനാടും UDF ജയിച്ചതാണ്. അതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചർച്ച. ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക, ആ പരാജയത്തിലൂടെ തങ്ങൾക്ക് രാഷ്ട്രീയ വിജയം കൊയ്യാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കാളികളായത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാടും വയനാടും സംഭവിക്കുന്ന അവർ ഉദ്ദേശിച്ച പോലെയാണ്. എന്നാൽ ചേലക്കര UDF ആഗ്രഹിച്ച പോലെയോ BJP ആഗ്രഹിച്ച പോലെയോ അല്ല സംഭവിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കരയിൽ ഉജ്ജ്വല വിജയം നൽകാൻ വേണ്ടിയാണ് തയ്യാറായത്. രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് 3ാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാനും പ്രവർത്തിക്കാനും വേണ്ടി കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മളെ കടന്നാക്കുറുകയാണ്. സഹിക്കാത്ത രീതിയിലുള്ള അക്രമമാണ് മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം പറയുകയാണ്, ചെയ്യുകയാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുന്ന ശക്തികളെ എത്ര കണ്ടാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ സംഭവങ്ങളും നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്ത ദിവസം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് BJPയുടെ നേതാവ് പ്രസംഗിച്ചല്ലോ. ഒരാളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതാക്കളുടെ ശരീരഭാഷയെക്കുറിച്ചും അവരുടെ സംസാര രീതികളെക്കുറിച്ചും ഒക്കെ തന്നെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളൊന്നും തന്നെ ആ പറഞ്ഞ വാക്കുകൾക്ക് എതിരായിക്കൊണ്ട് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കുന്ന നമ്മളാരും കണ്ടില്ല. ഇടതുപക്ഷങ്ങളെ തകർക്കാൻ വേണ്ടി അവർ പറയുന്ന വാക്കുകൾ, അവരുടെ ഭാഷകൾ, അവരുടെ ശരീരം, അവരുടെ ആംഗ്യങ്ങൾ എല്ലാം തന്നെ എടുത്ത് ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ട്. ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് മുഖ്യമായ അജണ്ടയായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരുടെ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലുതാണ്. നമുക്കെതിരായി കടന്നാക്രമണങ്ങൾ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ആ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശേഷി, സംഘടനാ ശേഷി, ആശയപരമായ ശേഷി ഒക്കെ തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ ആശയം വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ കഴിയും. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പരമാവധി പരിഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. നമ്മൾ പുതിയ ഒരു കാലഘട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ഇച്ഛാശക്തി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കടമയും ഉത്തരവാദിത്വം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ പ്രസ്ഥാനത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള വഴികാട്ടിയായി നമ്മുടെ സമ്മേളനങ്ങളെ മാറ്റിത്തീർക്കാൻ വേണ്ടി കഴിയണം. ഏതെങ്കിലും അധികാര സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി മാത്രമുള്ള സമ്മേളനങ്ങളല്ല. നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. നമുക്ക് നയിക്കേണ്ടത് മഹാഭൂരിപക്ഷം വരുന്ന ജനതയാണ്. അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, വിശേഷിച്ച് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഒരു ശക്തിക്കും ഈ കേരളത്തിൽ കഴിയില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. നമുക്കറിയാം, നമ്മുടെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. കുന്നംകുളത്തെക്കുറിച്ച് അഭിമാനത്തോടു പറയുമ്പോൾ തന്നെ നമ്മുടെ ജില്ലയെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾ 13 സീറ്റിൽ 12 സീറ്റിലും വിജയിച്ചവരാണ്. ഒരു സീറ്റിൽ മാത്രമാണ് 45 വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടത്. 2021 തെരഞ്ഞെടുപ്പിലും 13 സീറ്റിൽ 12 സീറ്റിലും ജയിച്ച് അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയണം. നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷി ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയുന്നത് അഴീക്കോടൻ രാഘവൻ. അഴീക്കോടനെ പോലെയുള്ള നിരവധി ആളുകൾ രക്തം വീണ് ചുമന്ന മണ്ണാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ല.